Dear students, welcome to SS Physics classes. CBSE 2021-22 വർഷത്തെ ബോർഡ് എക്സാം രണ്ട് എക്സാമുകളായിട്ടാണ് നടത്തുക. അതിന്റെ ഫസ്റ്റ് സെക്ഷൻ നവംബർ ഡിസംബർ മാസങ്ങളിൽ. ആ എക്സാമിന്റെ പ്രത്യേകത പ്യുവർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഞാൻ സാംസൺ എസ്, a teacher for physics for last 20 years. പ്യുവർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇൻഡെപ്തിൽ കോൺസെപ്റ്റ്സുകൾ ക്ലാരിറ്റി ഇല്ല എങ്കിൽ പലപ്പോഴും ഒബ്ജക്റ്റീവില് ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ടോക്കിൾ ചെയ്യാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കോൺസെപ്റ്റുകൾ ക്ലാരിറ്റിയോടെ പഠിക്കുവാനും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരുവാനും ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിലെ സെലക്ടഡ് ടോപ്പിക്സ് എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, ചാർജസ് തുടങ്ങി നമ്മളുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരെ വരുമ്പോൾ ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് വി ക്യാൻ വെയിറ്റ് ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയുള്ളത് ആ മേഖലയിൽ നിന്നാണ്. പക്ഷെ അതേ സമയത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന മെക്കാനിസം, മാറ്റർ, ഇൻഡക്ഷൻ, AC അവയിൽ നിന്ന് നമുക്ക് കണ്ടന്റ് വളരെ ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഒരു സബ്ജക്റ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡിൽ അരുത്. കാരണം നമുക്ക് സ്റ്റെപ്പിന് മാർഗില്ലാത്തത് കൊണ്ട് തന്നെ ക്ലാരിറ്റിയോടെ പഠിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും വേണ്ടി ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കാം. സോ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞു. സോ 41ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടി ടോട്ടലായിട്ട് 55 ക്വസ്റ്റ്യൻസ് ആയിരിക്കും 35 മാർക്കിന് വേണ്ടി നമ്മുടെ ബോർഡ് തയ്യാറാക്കണം. ആ 55 ക്വസ്റ്റ്യനിലെ we have to attempt for 45 questions. നമുക്ക് കിട്ടുന്നത് മാക്സിമം 35 മാർക്ക്. അറൗണ്ട് 0.77 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും CBSE അലോക്കേറ്റ് ചെയ്തിരിക്കുക. അവിടെ ഓർക്കുക, 3 സെക്ഷനുകളുണ്ട് ABC. അതിൽ A നിലവാരത്തെക്കാൾ കൂടുതലായിരിക്കും B. ഹൈ ഡിഫിക്കൽറ്റിയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇനി നമ്മുടെ 41 ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നോക്കാം one by ആയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 41. An air cored solenoid with length that is given as 30 centimeter and with area cross section as 25 square centimeter and number of turns as 800 carries a current of 2.5 ampere. The current is suddenly switched off in a brief time of 10 to the power of -3 seconds. Ignoring the variation in magnetic field near the end of the solenoid, the average back EMF induced across the ends of the open switch in the circuit would be. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഒരു ഇൻഡക്ടർ എന്നുള്ളൊരു സോളിനോയിഡ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പൊ അവിടെ വേരിയേഷൻ ഇൻ കറണ്ട് വരുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF-നെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് L × di/dt. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ ഓർക്കണേ, ഇവിടെ ഒരു സോളിനോയിഡ് ആണ് അല്ലെ. അപ്പൊ സോളിനോയിഡിന്റെ ഇൻഡക്റ്റൻസിന്റെ റിലേഷൻ നിങ്ങൾ വളരെ വ്യക്തതയോടെ അറിയണം. സോ ഇവിടെ എയർ ക്രോസ് സെക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ μ0 n² A /L. ഇത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ ഇൻറ്റു ദാറ്റ് di/dt. ഇനി പ്രോപ്പർ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ റിലേഷൻസ് എല്ലാം കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. സാധാരണ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്സും ഇക്വേഷൻസും ഗ്രാഫ്സും തെറ്റുന്ന പ്രോബ്ലംസും എല്ലാം
ഒരു 2-3 പേപ്പറിലായിട്ട് മാറ്റി വെക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് അവരുടെ മൈൻഡ് മാപ്പ്, അതാണ് അവരുടെ റിസൾട്ടിന് കാരണമായി വരിക. അവസാനത്തെ നോട്ടത്തിന് അത് ഉപകരിക്കും. സോ കീപ് ഇൻ മൈൻഡ്, യു ഹാവ് ടു പ്രിപ്പയർ എ മൈൻഡ് മാപ്പ് for each chapters. It must consist with the very important equations, facts, അതോടൊപ്പം തെറ്റാൻ സാധ്യതയുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ്, ഗ്രാഫ്സ്, ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് അത് എഴുതി വെക്കുവാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0 നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, ഇറ്റ് ഈസ് 4 × 10⁻⁻7. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് 800 എന്നാണ് തന്നിരിക്കുക. ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, അത് 25 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ 10⁻⁻4 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. സോ ഹാവ് ഇറ്റ് കൺവേർട്ട് ഇൻ ടു ദാറ്റ് DI, ചേഞ്ച് ഇൻ കറണ്ട് എന്നാണ് പറയുന്നത്. അവന്റെ 2.5 ആണ്. സോ അത് 0യിലേക്ക് സഡൻലി സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് 2.5 - 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ടൈം എന്ന് പറയുന്നത് 10⁻⁻3. നമ്മൾ സോൾവ് ചെയ്താൽ യു ഗെറ്റ് ദ ആൻസർ ആസ് 16.74 വോൾട്ട്. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. അപ്പോൾ വളരെ ക്ലാരിറ്റി ഉള്ള ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തു, അത്രമാത്രം. 42 നോക്കണേ. എ സിനുസോയിഡൽ വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ, അത് ഓർത്തോണേ. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 283 വോൾട്ട്. അപ്പൊ RMS വാല്യൂ അല്ല തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. And frequency that is equal to 50 hertz, that is applied to a series LCR circuit where R is equal to 3 ohm, inductance L is equal to 25.48 millihenry, and the capacitance C is equal to 796 microfarad. Then the power dissipated at the resonant condition will be. അപ്പോൾ നമ്മൾ ഒരു സാധാരണ LCR സർക്യൂട്ട്, ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, അതോടൊപ്പം ഒരു റെസിസ്റ്റർ ഉള്ള ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഒരു AC സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള കറണ്ട്, EMF, ദെൻ cos φ. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ. അപ്പൊ ഓർത്തുകൊള്ളണേ, ഇത് അറ്റ് റെസൊണൻസ് എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ് അറ്റ് റെസൊണൻസിന്റെ പ്രത്യേകതകൾ? നമുക്കറിയാം, അവിടുത്തെ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടൻസും കപ്പാസിറ്ററും ഈക്വൽ ആകും. അവർ തമ്മിൽ ഔട്ട് ഓഫ് ഫേസുമാണ് അല്ലെ, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസുമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ VL is equal to VCC. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഉറപ്പിച്ചു പറയാം XL is equal to XC. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ നെറ്റ് ഇംപിഡൻസ് എന്ന് പറയുന്നത് സാധാരണ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ആ XL ഈക്വൽ ടു XC ആകുമ്പോൾ നമ്മുടെ നെറ്റ് ഇംപിഡൻസ് പ്യുവർ റെസിസ്റ്റർ ആയിട്ട് മാറുകയാണ് അല്ലെ. യെസ്. അപ്പൊ നമുക്ക് അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos φ അല്ലേ, അത് R/Z അല്ലേ. യെസ്, Z ഇവിടെ 6 ആയില്ലേ, അപ്പൊ cos φ 1 ആയി മാറിയില്ലേ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അങ്ങ് ചുരുങ്ങുകയാണ് അല്ലെ, IV × EV. ഇവിടെ പൊട്ടൻഷ്യലിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കറണ്ട് എന്ന് പറയുന്നത് EV ഡിവിഷൻ ബൈ R ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ EV² ഡിവിഷൻ ബൈ R, അതാണ് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുക. ഇവിടെ പീക്ക് വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ RMS എന്ന് പറയുന്നത് E0/√2 അല്ലെ. സോ E0/√2² that division by R. So we can write it to be E0² / 2R ആണ് നമ്മുടെ ഫോർമുലയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണോ E0 here? 283² division by 2 into the resistance as a 3. On calculation, you get the value as is equal to 3.35 kilowatt. That means the third choice as the answer. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച കോൺസെപ്റ്റുകൾ ഓർക്കുക. റെസൊണൻസിലാണ് സർക്യൂട്ട്, അപ്പോൾ പ്യുവർ റെസിസ്റ്റർ നെറ്റ്വർക്ക് ആയിട്ട് മാറുകയാണ്. അപ്പോൾ പവർ ഫാക്ടർ R/Z 1 ആയി മാറുകയാണ്, cos φ. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യപ്പെടുന്ന റിലേഷൻ ഉപയോഗിച്ചു. പവർ എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു EMF RMS ഇൻറ്റു cos φ. അവിടെ IV നമ്മൾ EV/Z ആണ് ഇടേണ്ടത്, പക്ഷെ Z ഇവിടെ R ആയി മാറി. EV² / R.
പീക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ സീറോ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ. എങ്ങനെ ദാറ്റ് ഈ വെർച്വൽ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ഈ RMS വാല്യൂ എന്ന് പറയുന്നത് ഈ സീറോ ഡിവിഷൻ ബൈ റൂട്ട് 2. സോ നമുക്ക് തേർഡ് ചോയ്സ് ആണ് ആൻസർ ആയിട്ട് കിട്ടി. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? യെസ്. എ ഗുഡ് ക്വസ്റ്റ്യൻ, ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില അസംഷൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാൻ കഴിയൂ. എ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് 0.3 സെന്റിമീറ്റർ lies parallel to much bigger circular radius of 20 centimeter. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവയുടെ റേഡിയസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. അതോടൊപ്പം തന്നെ സ്മോളർ വൺ ഈസ് ദയർ. അപ്പോൾ അതിൻ്റെത് 0.3 സെന്റിമീറ്റർ ആണ് നമ്മളുടെ റേഡിയസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുക. എന്നിട്ട് പറയാണ് the center of the small loop is on the axis of the bigger loop. അപ്പോൾ ഇതിന്റെ ആക്സിസിലാണ് നമ്മളുടെ the distance between their centers is given as say x is equal to 15 centimeter. If a current of 2 ampere flows through the smaller loop, so I1 we can taken to be is equal to 2 ampere flows through the smaller loop, then the flux linked with the bigger loop is. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൽ രണ്ട് കോയിലുകൾ വരുന്നത് കൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സ്വാഭാവികപരമായിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലക്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു കറണ്ട് ഫ്ലോയിങ് എന്നുള്ള ഒരു ആസ്പെക്ട് അല്ലേ? യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ബിഗറിലൂടെ ഒരു കറണ്ട് നമുക്കതിന് ഒരു I2 എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യിപ്പിച്ചാൽ അത് കാരണം നമ്മുടെ ഫസ്റ്റ് ലൂപ്പിൽ എന്തുമാത്രം ഫ്ലക്സ് ഉണ്ടായി എന്ന് കണ്ടുപിടിച്ചുകൂടെ? യെസ്. അപ്പൊ ആ ഫ്ലക്സിന് നമുക്ക് Φ1 എന്നൊരു ലേബൽ കൊടുത്താലോ? യെസ്. Φ1 എന്ന് പറയുന്നത് ഓർക്കണേ, അതിന് കാരണമായ മാഗ്നറ്റിക് ഫീൽഡ് ഏത് കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്? രണ്ടാമത്തതല്ലേ? അപ്പൊ അതിന് നമുക്ക് V2 എന്ന് നമുക്ക് കൊടുക്കാം. ഇല്ലു ഇൻഡു ഏരിയ. ഏരിയ ആരുടെയാണ്? നമ്മുടെ ഒന്നാമത്തെ കണ്ടക്ടറിന്റെ അല്ലേ നമ്മുടെ കഥ പറയുന്നത്. അപ്പൊ നമുക്ക് V2 ഇൻറ്റു A1 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇക്വേഷൻ വരണം. R2 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ കോയിലിലെ X എന്ന് പറയുന്ന സെപ്പറേഷൻ അകലെയുള്ള ഒരു പോയിന്റിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? അതാണ് B2. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആയിട്ട് എടുക്കാം അല്ലെ? ഇപ്പൊ ഫോർമുല നമുക്ക് സിമ്പിൾ ആയി μ0 ഡിവിഷൻ ബൈ 4π ഇൻറ്റു ദ കറണ്ട് ഫ്ലോയിങ് I2 ഇൻറ്റു 2π അതിന്റെ റേഡിയസ് സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് R2 സ്ക്വയർ പ്ലസ് X സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 ഇൻറ്റു ദ ഏരിയ ഓഫ് ദ സ്മോളർ വൺ π ഇൻറ്റു R1 സ്ക്വയർ. പക്ഷെ നമുക്കറിയാം ദാറ്റ് ഫ്ലക്സ് Φ1 എന്ന് പറയുന്നത് അവര് തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 അല്ലേ? അപ്പൊ സ്വാഭാവികപരമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ M ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കോൺസെപ്റ്റ് നേരെ തിരിച്ചൊന്നോട്ട് അപ്ലൈ ചെയ്തേ. യെസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ബിഗർ വൺ അല്ലെ? Φ2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെയിം എന്ന് നമ്മൾ എടുക്കേണ്ടി വരും. M ഇൻറ്റു അവിടെ കൂടെ കറണ്ട് ഫ്ലോ എത്തുന്നത് I1 ആക്കിയാൽ പോരെ? അപ്പൊ എമ്മിന്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? വാട്ട് ഈസ് ദാറ്റ്? μ0 ഡിവിഷൻ ബൈ 4π ഇൻറ്റു 2π R2 സ്ക്വയർ π ഇൻറ്റു R1 സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ R2 സ്ക്വയർ പ്ലസ് X സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 ഇൻറ്റു the current flowing through it. ഇനി പ്രോപ്പർ ആയിട്ട് നമ്മുടെ പല ഡിസ്റ്റൻസസും സെന്റിമീറ്റേഴ്സിലാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. സോ μ0 ഡിവിഷൻ ബൈ 4π എന്ന് പറയുമ്പോൾ 10⁻⁻7 ഇൻറ്റു 2π ഇൻറ്റു ദാറ്റ് റേഡിയസ് R2 ഈസ് 0.2 സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ 0.2 സ്ക്വയർ പ്ലസ് separation 0.15 square the whole raised to 3/2 into pi into that 0.3 into 10⁻⁻2 square
that much into the current flowing through it is given as to, on calculation you get the value as 9.1 into 10 to the power of minus 11 and that much Weber. അപ്പൊ ഇത് സാധാരണ രൂപത്തിൽ ഒരു അസംഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത് കപ്ലിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല. കാരണം ഒരെണ്ണം സ്മോൾ ആണ്, ഒരെണ്ണം ബിഗർ ആണ്. അതിന്റെ ഒരു എറേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ആൻസറിലേക്ക് ചോയ്സ് ബേസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും അതോറിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതാണ്. വളരെ ഈസി മെത്തേഡാണ്. അതിപ്പോൾ ഒരു സോളിനോഡ് ആയിക്കൊള്ളട്ടെ, ഒരു റെക്ടാങ്കുലർ കോയിൽ ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള കോയിലിന്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ മെത്തേഡാണ്. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ അതർ കൺസെപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ M×I ഫോർമുലയിലേക്ക് എടുത്താൽ M കണ്ടുപിടിക്കാൻ എളുപ്പമാണ് 5/I. അത് തന്നെ നമ്മൾ ഇൻഡക്റ്റൻസ് ബേസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പൈ എന്ന് പറയുന്നത് L×I എന്നുള്ള ആസ്പെക്ട്സ് ഉപയോഗിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. സോ ഹിയർ ഫോർ 43rd the fourth option as the answer. Number 44. If both the number of turns and core length of an inductor is doubled, keeping other factors constant, then its self-inductance will be. നമ്മൾ കോയിൽ ബേസ് ചെയ്ത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? μ0n² A/L. ഇവിടെ ഏരിയയും മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് L എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് എല്ലിനെയും മാത്രമല്ലേ? ഗുഡ്. അപ്പൊ L പ്രൊപ്പോർഷണൽ ടു n² L. അപ്പൊ രണ്ടാമത്തെ കേസ് നമുക്ക് പറയാം ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹിയർ the number of turns and the core length is doubled, so it becomes 2n² 2L. So we can say is equal to 4n² 2L. So that is equal to 2 into n² L. So we can say that doubled. So we can say the inductance become doubled. ആ ഒരു റിലേഷനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. Good. So that is a question number 44. So dear students, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും. നമ്മുടെ ടേം 1-ൽ 35 ഫിസിക്സിൽ മേടിക്കുവാൻ വേണ്ടി SS ഫിസിക്സ് ക്ലാസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് എ ക്രാഷ് പ്രോഗ്രാം. ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തും മാക്സിമം MCQസും അസേർഷൻ റീസൺ ടൈപ്പും കേസ് സ്റ്റഡിയും നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ, ഡൗട്ട് ക്ലിയറിംഗ് നടത്താൻ, 100% മാർക്ക് നിങ്ങളുടെയിലേക്ക് എത്തുവാൻ വേണ്ടി SS ഫിസിക്സ് ക്ലാസ് തയ്യാറാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. So we can move with the next question, number 45. ഇനിയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് വളരെ ക്ലാരിറ്റിയോടെ 2 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് നൽകിയിരിക്കും. ആ സ്റ്റേറ്റ്മെന്റുകളുടെ പ്രോപ്പറായിട്ടുള്ള അർത്ഥം അറിഞ്ഞാൽ മാത്രമേ അതിന്റെ ചോയ്സസ് നമുക്ക് കൊടുക്കാൻ പറ്റൂ. ചോയ്സസ് ശ്രദ്ധയോടെ, ഓരോ അസർഷൻ റീസണും ഓരോന്നായിരിക്കാം. ഇവിടെ പറയുന്നത് A, R are true and the reason is the correct explanation. അടുത്ത സ്റ്റേറ്റ്മെന്റ് is not the correct explanation. A is true, R is false, and A and R are false. Okay. Assertion പറയുന്നത് to increase the range of an ammeter, we must connect a suitable high resistance in series to it. എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റ്, അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. And that's the reason why we always connect in series. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാം, ഹൈ റെസിസ്റ്റൻസ് സീരീസോടെ അല്ല കണക്ട് ചെയ്യുന്നത്. ആ നമ്മുടെ അമ്മീറ്ററിന് ലോ റെസിസ്റ്റൻസ് ആണ്. അത് ലോ റെസിസ്റ്റൻസ് ആക്കാൻ നമ്മൾ കണക്ട് ചെയ്യുന്ന ഷണ്ട് പാരലൽ ആണ് ആൽവൈസ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ആണ്. അത് മനസ്സിലോർക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ അമ്മീറ്റർ വിത്ത് ഇൻക്രീസ്ഡ് റേഞ്ച് ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റൻസ്. വീണ്ടും നമുക്കറിയാം, അത് എപ്പോഴും ഓർക്കുക, അമ്മീറ്റർ എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. എപ്പോഴും ലോ റെസിസ്റ്റൻസ് ആക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ റേഞ്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് മീനിങ്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇപ്പൊ രണ്ടും റോങ് ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ ഏത് ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ 45th question, the 4th choice as the answer.
അപ്പോൾ നന്നായിട്ട് സബ്ജക്ട് മാറ്റർ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. An electron has a high potential energy when it is at a location associated with a more negative value of potential and a low potential energy when at a location associated with a more positive potential. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരേണ്ടത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം, ആ മൂവ് ചെയ്യിപ്പിക്കുന്ന ചാർജ് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊന്ന് അസൈൻ ചെയ്തെന്നിരിക്കട്ടെ. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഇതൊരു ഹയർ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, ഇവനൊരു ലോ പൊട്ടൻഷ്യൽ ആണ്. സാധാരണ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് ഹയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. മൈനസ് എന്ന് പറയുമ്പോൾ അതിന് യെസ്, ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ പറയുന്നത് an electron has a high potential energy when it is at a location with more negative. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർക്കണം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Q ഇൻറ്റു വി ആണ്. അപ്പൊ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ വരണം Q എന്ന് പറയുന്നത് മൈനസ് ഇ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളിടത്ത് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറുകയാണ്. യെസ്, സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോ പോസിറ്റീവ് കോൺസെപ്റ്റ് ആയിട്ട് മാറുന്നത് കൊണ്ട് ഉറപ്പിച്ചു പറയാം, an electron has a high potential energy when it is at a location more negative value. You get the point? Yes. So that statement നമുക്ക് റൈറ്റ് ആയിട്ട് പറയാം. അടുത്ത് പറയാണ്, റീസൺ ആയിട്ട് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു റീജിയൻ ഓഫ് ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതൊരു ഹയർ പൊട്ടൻഷ്യൽ ഉള്ള കേസാണ് അല്ലെ, ഇത് ലോവർ പൊട്ടൻഷ്യൽ ആണ്. നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോണിനെ വെച്ചാൽ അവന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും? ഒരു മൈനസ് ചാർജ് അല്ലേ, ഇറ്റ് മസ്റ്റ് ബി അട്രാക്റ്റഡ് ടു us. സോ ലോവർ ടു ഹയർ പൊട്ടൻഷ്യലി അവൻ മൂവ് ചെയ്യൂ എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ദിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ വി കൻ കോട്ട് വിച്ച് ആൻസർ എക്സാക്ട്ലി ദാറ്റ് തേർഡ് ചോയ്സ് as the ആൻസർ. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So we can move with the next question, number 47. Select the most appropriate answer. ഏതൊക്കെയാ തന്നിരിക്കുന്നേ? A magnetic needle free to rotate in a vertical plane orients itself vertical at the pole of the earth. At the poles, the earth horizontal component of magnetic field will be 0. And keep in mind, ഒരു മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും ഫ്രീലി സസ്പെൻഡഡ് ആണെന്നുണ്ടെങ്കിൽ അത് മാഗ്നറ്റിക് മെറിഡിയനിൽ എസ്പെഷ്യലി അവിടുത്തെ ടോട്ടൽ ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും നിൽക്കുക അല്ലെ. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, അറ്റ് പോൾ വാട്ട് ഈസ് ദ കേസ്? ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈസ് 0. അതുകൊണ്ട് അവിടെ ഉള്ളത് വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെർട്ടിക്കൽ ആയിട്ട് നിൽക്കും. ദാറ്റ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. യെസ്, അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് യെസ്, 47th വൺ എക്സാക്ട്ലി ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഓർക്കണേ, എർത്ത് മാഗ്നറ്റിസം വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് അവിടെ 0 ആണ്. അതുകൊണ്ട് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കും. ഗുഡ്. സോ അത് ആംഗിൾ ഓഫ് ഡിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്പർ 40. A proton and an electron with the same moment enter in a magnetic field in a direction at the right angles to the lines of force. 90 ഡിഗ്രിയിലാണ് എൻട്രി. അപ്പൊ നമുക്ക് സർക്കുലർ പാത്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് കാര്യം ഉറപ്പിച്ചു. The radius of the path followed by them will be same. അപ്പൊ നമുക്കറിയാം അവിടുത്തെ the circular motionile centripetal force is given by the magnetic force. എന്ന് പറയുന്നത് QVB സൈൻ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? സൈൻ 90. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഒരു വിയും ക്യാൻസൽ ആയാൽ MV/R ആണ് നമുക്ക് QB ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക. അവിടുത്തെ റേഡിയസ് ആണ് ചോദ്യം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, രണ്ട് കൂട്ടർക്കും സെയിം മൊമെന്റ എന്നാണ് പറയുന്നത്. അപ്പൊ M/V എന്ന് പറയുന്നത് നമുക്ക് മൊമെന്റ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ റേഡിയസ് എന്ന് പറയുന്നത് P/QB ആയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ മൊമെന്റ് അവിടെ സെയിം ആണ്, ബി സെയിം ആണ്,
ഇലക്ട്രോണും പ്രോട്ടോണും ക്യൂ സെയിം ആണ്, റേഡിയസ് സെയിം ആണ്. സോ നമുക്ക് ക്ലിയർ ആയി, അസർഷൻ ട്രൂ ആണ്. ഗുഡ്. അടുത്ത് പറയാണ് ഇലക്ട്രോൺ ഹാസ് ലെസ് മാസ് ദാൻ പ്രോട്ടോൺ. യെസ്, നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 9.11 × 10⁻⁻31 കിലോഗ്രാം നമുക്ക് കൊടുക്കണം. പ്രോട്ടോൺ ആവുമ്പോൾ അങ്ങനെയല്ല, 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പൊ അതിനൊന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമായി, പ്രോട്ടോണിന്റെ മാസ് ഇലക്ട്രോണിനേക്കാൾ കൂടുതലാണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പക്ഷെ വാട്ട് അബൌട്ട്, ഈസ് ഇറ്റ് എ റീസൺ ഫോർ എ? അങ്ങനെയല്ല, രണ്ട് ട്രൂ ആണ്, പക്ഷെ നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 49. നോക്കണേ, assertion on increasing the current sensitivity of a galvanometer by increasing the number of turns may not necessarily increase its voltage sensitivity. The resistance of the coil of the galvanometer increases on increasing the number of turns. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ്, കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഓർക്കുക. ദാറ്റ് ഈസ് IS ഡിവിഷൻ ബൈ R എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആര് കൂടുന്നു? കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുകയാണ്, പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ അക്കാര്യത്തിൽ ഓർക്കണേ, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ അതിന്റെ ലെങ്ത് കൂടുന്നത് വഴി അതിന്റെ റെസിസ്റ്റൻസും കൂടുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുമിച്ച് കൂടുമ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. So may not necessarily increase its voltage sensitivity. So that is a true statement. That is very important one. എന്നിട്ട് പറയാണ്, the resistance of the coil of the galvanometer increases. Yes, that is true also. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ R കൂടെ കൂടിയത് കൊണ്ടാണ് IS/R is a constant ആയിട്ട് നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആൻസർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധപ്പെടുത്തി കൺവേർഷൻ ആയിക്കൊള്ളട്ടെ, അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഗ്യാരണ്ടിയാണ്. അതിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ഫിഗർ ഓഫ് മെറിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും, കൺവേർഷൻ വരുമ്പോൾ നമ്മൾ അതിനെ അമീറ്ററാക്കി കൺവേർട്ട് ചെയ്യാൻ ഒരു ലോ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യണമെന്നും, അതല്ല നമുക്കൊരു വോൾട്ട് മീറ്റർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ വോൾട്ട് മീറ്റർ ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ് ആയതുകൊണ്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസോടെ കണക്ട് ചെയ്യണമെന്നുള്ള കാര്യവും മറക്കരുത്. അത് സീരീസോടെ അതിന്റെ പ്രോബ്ലംസ് ചെയ്തു പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും ഹയർ ഓർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സെക്ഷൻ C. അപ്പൊ അതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസും. നോക്കാം. A small object with charge Q and weight mg is attached to one end of a string of length L attached to a stationary support. The system is placed in a uniform horizontal field E. In the presence of the field, the string makes a constant angle theta with the vertical. The sign and magnitude of Q. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർക്കണേ. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നാണ് പറയാൻ. അപ്പോ എന്നിട്ട് പറയാണ്, ഈ പറയുന്ന സ്മോൾ ഒബ്ജക്റ്റ് അവന് ചാർജ് Q ഉണ്ട്, ഇവൻ ഇങ്ങനെ അലൈൻഡ് ആയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ അലൈൻഡ് ആകണമെങ്കിൽ നമുക്കറിയാം, ഇത് പ്ലസ് ആസ്പെക്റ്റും ഇത് നെഗറ്റീവ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് അപ്പം പ്ലസിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ മൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിലുള്ള ചാർജിന്റെ കോൺസെപ്റ്റ് എന്തായിരിക്കണം? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഉറപ്പായിട്ടും അവനിൽ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് നെഗറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആവും. അതല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കൺസെപ്റ്റിലേക്ക് പോകില്ലേ? അപ്പൊ ഉറപ്പിച്ച് നമുക്ക് പറയാം, ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവന് പോസിറ്റീവ് ചാർജ് തന്നെയാണ്. ഇനി വേണ്ടത് നമ്മുടെ ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ധാരണ ഉണ്ടായിരിക്കണം. അതിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, അവന് M മാസം ഉണ്ടെങ്കിൽ വെയിറ്റ് താപ്പോട്ടായിരിക്കും അല്ലെ? യെസ്. പിന്നെ ഈ ഇലക്ട്രിക് ഫീൽഡിൽ Q ചാർജ് വെക്കുമ്പോൾ ഉറപ്പായിട്ടും അവൻ അങ്ങനെ മൂവ് ചെയ്തെങ്കിൽ ആ ഫോഴ്സ് QE അല്ലേ? ഗുഡ്. ഇനി നമുക്കറിയാം, നമ്മുടെ സ്ട്രിങ്ങിനൊരു ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലെ? യെസ്.
ആ ടെൻഷനെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് നമുക്ക് മുറിക്കാം. ഇക്വിലിബ്രിയം വരുമ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? തീറ്റയാവും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് എന്തായിട്ട് മാറും? ടി കോസ് തീറ്റ. ഇത് എന്തായിട്ട് മാറും? ടി സൈൻ തീറ്റ. അപ്പൊ ഇക്വിലിബ്രിയം വരുമ്പോൾ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ഇക്വലന്റ് ആയിട്ട് നമുക്ക് എഴുതാം? ക്യു ഇ. അതോടൊപ്പം ടി കോസ് തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ഇക്വലന്റ് ആയിട്ട് നമുക്ക് പറയാം? എൻ ടി. അപ്പോൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്താൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് we can write it to be as is equal to QE division by NG ആയിട്ട് നമുക്ക് പറയാം. But our aim is to find what is the value of Q. So that is equal to NG by E into tan theta. So you get the second option for question number 50. So you get that option. ഇത് വളരെ നമ്മുടെ ഫീൽഡ് ചാർജസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കാവുന്ന ഒരു ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ ഇവിടെ ഒരു വോള് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വോള് വരുമ്പോൾ അതിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ് സിഗ്മ ബൈ എപ്സിലോൺ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൊടുക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജിയുടെ പലപ്പോഴും ഇൻവോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്, ഓർമ്മയിൽ വെക്കുക. Number 51. A free electron and a free proton are placed between two oppositively charged parallel plates. Both are closer to the positive plate than the negative plate. നോക്കണേ, ഇപ്പൊ നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഉറപ്പായിട്ടും യൂണിഫോം ഫീൽഡ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വാല്യൂ നമുക്കറിയാം, ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം പറയാണ് ദ ഫോഴ്സ് ഓൺ ദ പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ. വാട്ട് ഓർ മേ ബി നമ്മുടെ ചാർജ് ഓഫ് ഇലക്ട്രോണും ചാർജ് ഓഫ് പ്രോട്ടോണും മാഗ്നിറ്റ്യൂഡ് എടുത്താൽ സെയിം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ ഇലക്ട്രിക് ഫീൽഡിൽ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ Q ഇൻറ്റു ഇ അല്ലേ? രണ്ടിനും ചാർജ് സെയിം അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് അവിടെ യൂണിഫോം അല്ലേ? അപ്പൊ രണ്ടിനും ഫോഴ്സ് ഈക്വൽ അല്ലേ? അപ്പൊ ഫോഴ്സ് ഓൺ ഇ ഷുഡ് ഈക്വൽ ടു ദ ഫോഴ്സ് ഓൺ ദാറ്റ് പ്രോട്ടോൺ. ദാറ്റ് മീൻസ് നമുക്കത് തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അടുത്ത കൺസെപ്റ്റ് എന്താ പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇലക്ട്രോൺ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഏത് ഒരു പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണെങ്കിലും നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സാധാരണ പറയാറുള്ളത് അല്ലെ? K ഇൻറ്റു Q1 Q2 ഡിവിഷൻ ബൈ സെപ്പറേഷൻ. അങ്ങനെ നമുക്ക് മറ്റൊരു തരത്തിലേക്ക് എടുത്താൽ it is nothing but the work done to take that charge from infinity to that particular point. If you know the potential at that point, we can easily say the moved charge into the potential at that point. അപ്പൊ ഇവിടെ രണ്ട് ചാർജസും പോസിറ്റീവ് പൊളാരിറ്റിക്ക് അടുത്താണ് വെച്ചിരിക്കുക. പോസിറ്റീവ് പൊളാരിറ്റിക്ക് അടുത്തെന്ന് പറയുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. ഇറ്റ് ഈസ് ക്ലോസ് ടു ദ പോസിറ്റീവ് പ്ലെയിൻ. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇവിടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുറവാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നൊരു ആസ്പെക്ട്സിലാണ്. അപ്പൊ ഹയർ പൊട്ടൻഷ്യലാണ് നമ്മുടെ പ്രോട്ടോണോ ഇലക്ട്രോണോ ഇരിക്കുക. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി വരുമ്പോഴേ നമ്മൾ ഇപ്പൊ പ്രോട്ടോണിന്റെ കേസ് ആണെങ്കിൽ പ്ലസ് ഇ ഇൻറ്റു വി എന്ന് നമ്മൾ കൊടുക്കും. ചാർജ് പ്ലസ് ഇ അല്ലേ? പക്ഷെ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എനർജി വരുമ്പോൾ മൈനസ് ഇ ഇൻറ്റു വി എന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ആർക്ക് പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ആയിരിക്കും? പ്രോട്ടോണിന്റെ കോൺട്രിബ്യൂഷൻ. സെക്കൻഡ് കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തെന്താ പറയണേ? ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആർ സെയിം. സോ എക്സാക്ട്ലി വി ക്യാൻ സേ ദ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഗുഡ്, വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. കേസ് സ്റ്റഡി ടൈപ്പ് അത് എപ്പോഴും ഓർക്കണേ, ഒരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ സബ്ജക്ട് ക്ലാരിറ്റി ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷനെ കുറിച്ചുള്ളതാണ്. പിന്നെ കൂട്ടത്തിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഒക്കെ പിന്നെ നമ്മുടെ മനസ്സിൽ ക്ലാരിറ്റിയോടെ ഉണ്ടായിരിക്കണം. 11 kV 66 kVയിലൊക്കെ ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന പവർ നമ്മുടെ വീടുകളിലേക്ക് അത് 220 വോൾട്ടിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമേഴ്സ് നോക്കൂ.
The large-scale transmission and distribution of electrical energy over long distance is done with the use of transformers. The voltage output of the generator is stepped up. It is then transmitted over long distance to an area substation near the consumers. There the voltage is stepped down. It is further stepped down at distributing substations and utility poles before power supply of 240 volt reaches our homes. അപ്പോൾ അതിൽ ബേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ കൊടുക്കുക. എനർജി ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? എനർജി ഈസ് ക്രിയേറ്റഡ് വെൻ എ ട്രാൻസ്ഫോമർ സ്റ്റെപ്സ് അപ്പ് ദ വോൾട്ടേജ്. ക്രിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് ആണ് അല്ലെ. എ ട്രാൻസ്ഫോമർ ഈസ് ഡിസൈൻഡ് ടു കൺവേർട്ട് AC വോൾട്ടേജ് ടു DC. അതിന് നമ്മൾ റെക്ടിഫയേഴ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസസ് ദ പവർ ഓഫ് ട്രാൻസ്മിഷൻ. എപ്പോഴും പവർ ലോസസ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. The step up transformer, step down transformer decreases the AC voltage. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 66 കിലോ വോൾട്ടിൽ നിന്നൊക്കെ 400 വോൾട്ടിലേക്ക് അല്ലെങ്കിൽ 220 വോൾട്ടിലേക്കൊക്കെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് നമ്മളുടെ ട്രാൻസ്ഫോമർ, എസ്പെഷ്യലി സ്റ്റെപ്പ് ഡൗൺ. അവന്റെ സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേംസ് കുറവാണെന്ന് നമുക്കറിയാം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി അവിടെ ജനറേറ്റഡ് ആകുന്ന EMF വളരെ കുറവായിരിക്കും. സോ ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്പർ 53ലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. If the secondary coil has a greater number of turns than the primary, അപ്പം സ്റ്റെപ്ഡ് അപ്പ് ആണ് അല്ലെ, സെക്കൻഡറി വോൾട്ടേജ് കൂടുകയാണ് അല്ലെ, കറസ്പോണ്ടിങ് സെക്കൻഡറി കറണ്ട് കുറയുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമുക്ക് കറക്റ്റ് വൺ? The voltage is stepped up and the arrangement is called a step of transformer. That is the correct one. First statement തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. So we can move with the next question, number 54. We need to step up the voltage for power transmission so that. അപ്പോൾ ട്രാൻസ്മിഷൻ നടത്തുന്നത് എപ്പോഴും 11 kV അല്ലെങ്കിൽ 66 kV മാതിരിയുള്ള ഹയർ പൊട്ടൻഷ്യലിലാണ്. എന്ത് നമ്മൾ സാധാരണ എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, I²R ആയിരിക്കും അവിടുത്തെ ഒരു പവർ ലോസ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ എപ്പോഴും ഓർക്കേണ്ടത് പവർ എന്ന് പറയുന്നത് കറണ്ടിന്റെ പൊട്ടൻഷ്യൽ ആയിട്ട് വരുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി ദ പവർ ബൈ പൊട്ടൻഷ്യൽ സ്ക്വയർ ഇൻടു R. അപ്പൊ ഇവിടെ ട്രാൻസ്മിഷൻ നടത്തുന്നത് ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് കറണ്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതുകൊണ്ട് പവർ ലോസ് അവിടെ കുറയുകയാണ്. That's the reason why the transmission of power are done with the higher potential to reduce the power loss. So exactly that first statement is the correct choice. Number 55. A power transmission line feeds input power at 2300 volt to a step down transformer with its primary windings having 4000 turns. The number of turns in the secondary in order to get output power of 230 volt. അപ്പോൾ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2300 എന്നാണ് പറയുക. അത് സെക്കൻഡറി ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് 230. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് 4000 ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറി എന്താണ്? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ റിലേഷൻ നമുക്കറിയാം. NS ഡിവിഷൻ ബൈ NP എന്ന് പറയുന്നത് VS ഡിവിഷൻ ബൈ VP ആയിരിക്കും. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് VS ബൈ VP ഇൻറ്റു NP ആയിട്ട് നമുക്ക് പരിഗണിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 230 by 2300, that much into 4000 ആയിട്ട് എടുക്കാം. So 23 cancel. So you get the answer as is equal to 400, that much number of tons. You get that third choice as the answer. So dear students, special best wishes and prayers from SS Physics classes. ഈ ചാനലില് നിങ്ങൾക്ക് വേണ്ടി ഫർദർ ആയിട്ട് ടേം എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
മാക്സിമം വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. യു ആർ വിത്ത് സഫിഷ്യന്റ് ടൈം. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.